ഹേ നമസ്കാരം കേട്ടാ. അപ്പൊ 2 ദിവസമായിട്ട് നമ്മുടെ ഈ ന്യൂസ് ചാനലിലൊക്കെ ഈ ഓർഫിഷിന്റെ ഒരു വീഡിയോ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ന്യൂസുകാരിട്ട് നല്ല തകർക്കണം. അപ്പൊ എനിക്ക് പലരും അയച്ചനുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ കാണാത്തവരും കേൾക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേന്ന് കണ്ടോട്ടാ. അടിത്തട്ടിൽ കഴിയുന്ന ഓർ മത്സ്യത്തെയാണ് തമിഴ്നാട് തീരത്ത് നിന്നും കണ്ടെത്തിയത്. കടലിനടിയിൽ ഇതിലൊരു പറയണേടല്ല, തമിഴ്നാട് തീരത്ത് നിന്ന് കണ്ടെത്തി എന്നാണ് ഈ ഒരു മീനെ പറയണത്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും നീരിൻ മകൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹം ഈ വീഡിയോ ഒരു 24 മെയ്യിൽ പോസ്റ്റ് ചെയ്തേക്കണ വീഡിയോ ആണ്. ആ വീഡിയോ ആണ് ഇവരെടുത്തിട്ടുള്ളത്. ഇതാണ് ആ വീഡിയോ, ഒറിജിനൽ വീഡിയോ. കണ്ട ആ ഒറിജിനൽ വീഡിയോ ഉണ്ടല്ല, ആ ഒറിജിനൽ വീഡിയോന്റെ മുന്നത്തെ വീഡിയോനകത്ത് ഇതിന്റെ കോർഡിനേറ്റ്സ് കാണിക്കണ്ട. അതായത് ഈ മീനെ കിട്ടിയത് എവിടെ നിന്നാണെന്നുള്ള ഒരു നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്റ്സ് പുള്ളിക്കാരൻ കാണിക്കേണ്ടത്. அரேபியன் சீல 18,000 அடி ஆழத்துல தான் நம்ம வளர்த்துட்டு இருந்தோம். நெக்ஸ்ட் டே மார்னிங் வலை வாங்கிட்டு இருந்தப்போ எல்லாருமே ஷாக் ஆகிற மாதிரி. ഇത് ന്യൂസുകാരിട്ട് നല്ല തകർക്കലാണ് ഈ തകർക്കല്. അതുപോലെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കടലിന്റെ അടിയിൽ വന്നെ ഈ ഓഷ്യൻ കറൻസിന്റെ അല്ലെങ്കിൽ സമുദ്ര ജലപ്രവാഹത്തിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. എനിക്കറിയില്ല കറക്റ്റായിട്ട്, നമ്മ അതിനെപ്പറ്റി കുറച്ച് അറിയുള്ളൂ. അപ്പൊ ഞാൻ അന്വേഷിച്ചത് വെച്ച് പറഞ്ഞാണ്ട. അപ്പൊ ഈ വീഡിയോയിൽ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് 18,000 അടി താഴ്ചയുള്ള കടലിലാണെന്ന് ഈ വലയിടുന്നതെന്ന്. അതായത് അത്രയും ആഴം ഉണ്ടാവും, പക്ഷെ വല അത്രയും അടിയിലേക്ക് പോകില്ല. അവിടെ ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ മീനുകൾ നമ്മൾ കാണാത്തുണ്ടാവും. പിന്നെ ഈ ഒരു മീനെ 3 വർഷം മുമ്പേ ഒരു യൂട്യൂബർ, അതും ഈ സെയിം പണി തന്നെ, ഞാൻ ഈ ഒരു പണിക്ക് 32 ദിവസം പോയി വന്നുള്ളൂ കടലിൽ. അതുകൊണ്ടാണ് പറയണത്, ഈ സെയിം പണിക്ക് തന്നെ പോയിട്ട് ഒരു 3 വർഷം മുമ്പേ ഈ ഒരു മീനെ കിട്ടിയ ഒരു വീഡിയോ തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബർ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറൊന്നുമില്ല, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും കാരണം നമ്മുടെ ഒരു ഫീൽഡാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണിത്. അറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ്. ഈ പറഞ്ഞ ഈ ഒരു സെയിം ബോട്ടിനകത്ത് ഞാൻ പോയാണ്. ആ മീനെ കണ്ടില്ലെങ്കിലും ആ സെയിം പണിക്ക് ഞാൻ പോയതാണ്. അപ്പൊ എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ ആളുകളെ മണ്ടന്മാരാക്കരുത്. ഓക്കെ, താങ്ക് യു.